വിള ഇൻഷുറൻസ് ഓൺലൈൻ ആയതോടെ സംസ്ഥാനത്തെ നെൽകർഷകർ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ സീസൺ വരെ പാടശേഖര സമിതികൾ കർഷകരുടെ പ്രീമിയം ശേഖരിച്ച് കൃഷിഭവൻ മുഖേനയാണ് ഇൻഷൂർ ചെയ്തിരുന്നത്. ഈ രീതി മാറ്റിയതാണ് കർഷകർക്ക് ഇപ്പോൾ വലിയ തോതിൽ തിരിച്ചടിയായിട്ടുള്ളത്. ഓഗസ്റ്റ് 17-നാണ് ഓൺലൈൻ സംവിധാനം തുടങ്ങിയത്. ഞാറ് നട്ട് 45 ദിവസത്തിനകം ഇൻഷൂർ ചെയ്യണം. ഭൂരിഭാഗം കർഷകരുടെയും ഈ കാലാവധി അവസാനിക്കാറായി. ത്രിതല പഞ്ചായത്തുകളുടെ ആനുകൂല്യം, കീടബാധ, പ്രകൃതിക്ഷോഭം എന്നിവയ്ക്ക് സഹായം ലഭിക്കുന്ന വിള ഇൻഷുറൻസ് ചെയ്യാനാവില്ലെന്ന ആശങ്കയിലാണ് നെൽകർഷകർ. ഓരോ കർഷകരും വിള ഇൻഷൂർ ചെയ്യണം. പോർട്ടലിൽ പേരുവിവരങ്ങൾ, കൃഷിവിവരങ്ങൾ എന്നിവ നൽകിയാണ് ഇൻഷൂർ ചെയ്യുന്നത്. ഇതിനായി കൊറോണ പ്രതിസന്ധിക്കിടയിലും അക്ഷയ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് കർഷകർക്ക്. ഇൻഷുറൻസ് പഴയ രീതിയിൽ ഗ്രൂപ്പായി വേണമെന്നും അടുത്ത സീസൺ മുതൽ കൂടുതൽ സമയം അനുവദിച്ച് ഓൺലൈൻ ആവാമെന്നുമാണ് കർഷകരുടെ അഭിപ്രായം. പല കാരണങ്ങളാൽ പലർക്കും ഇതുവരെയും ഇൻഷൂർ ചെയ്യാനായിട്ടില്ല. മാത്രമല്ല, നെൽകർഷകർക്ക് വിള ഇൻഷുറൻസ് കൊണ്ട് ഗുണം ലഭിക്കില്ലെന്നും പരാതിയുണ്ട്. ഈ നെൽകൃഷിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വിള ഇൻഷുറൻസ് കർഷകർക്ക് മെച്ചമല്ല. കാരണം വിള നശിച്ചാൽ, വിളവ് പൂർണ്ണമായി നശിച്ചാൽ മാത്രമേ സബ്സിഡി കിട്ടൂ എന്നൊരു നോംസ് ഉണ്ടെന്ന് പറയുന്നു. കാരണം ഒരു വിളയെ നമുക്കറിയാം, വെള്ളം കയറിയും പോയാൽ, നശിച്ചു പോയാൽ ഒരു എങ്ങനെയായാലും നെല്ല് കഴിഞ്ഞാൽ കുറച്ച് ബാക്കിയുണ്ടാവും. അതേസമയം ആ വിള പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല, അതേസമയം വിളവ് കുറയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വിള ഇൻഷുർ കിട്ടില്ല എന്ന, നഷ്ടപരിഹാരം കിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അറിവ്. സാങ്കേതിക വിഷയങ്ങൾ ഇപ്പോൾ ഈ വർഷം മുതൽ ഓൺലൈനിൽ എല്ലാ കർഷകരും സ്വന്തമായി ചെയ്യണമെന്നാണ് പറയുന്നത്. എത്ര കർഷകർക്ക് സ്വന്തമായി ഓൺലൈൻ ഉപയോഗിക്കാൻ അറിയില്ല. പിന്നെ കോവിഡ് മഹാകാലത്ത് ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ പോയാൽ സമയമുണ്ടോ എന്നറിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒരേക്കറിന് 100 രൂപയാണ് പ്രീമിയം അടക്കേണ്ടത്. വയനാട് ജില്ലയിലടക്കം നെൽകൃഷി മുൻവർഷത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. വിള ഇൻഷുറൻസ് ഓൺലൈനാക്കിയത് നെൽകർഷകർക്ക് വിനയാകുമെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുണ്ട്. ജനം, വയനാട്.